കെ രമ MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. കെ രമ, കൊടിസുനിക്ക് 30 ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ ഈ പരോളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്കറിയാം. അതിന് പോലീസിന്റെ റിപ്പോർട്ട് വേണം, നല്ല നടപ്പുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാവണം, ലോക്കൽ പോലീസ് വിവരങ്ങൾ തേടുന്ന നടപടി, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്, പല നടപടികളുമുണ്ട്. ഇതിലിപ്പോൾ ഈ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്, അതിന് 30 ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് കെ രമ? ഇതൊരു അസാധാരണമായ സംഭവമാണ്. കാരണം ഇത്തരത്തിൽ എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇപ്പോൾ ഈ പ്രതിക്ക്, ഈ കുറ്റവാളിക്ക്, കൊടും ക്രിമിനലിനെ പരോൾ അനുവദിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഏത് മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ പേരിലാണ്? കാരണം 30 ദിവസമാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. പരോളിൽ ഇറങ്ങിയ സമയങ്ങളിലേക്ക് ഈ കൊടിസുനി ഏർപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 12ഓളം കേസുകൾ നിലവിലുണ്ട്. ആ കേസുകളൊക്കെ ഭാഗമായിട്ട് വാറണ്ടുള്ള കേസുണ്ട്. അതിന്റെ ഒരു കാരണവശാലും പരോൾ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനാണ് ഇടപെട്ടത് എന്ന് പറയുന്നു. അതിന്റെ മറുപടി JDGP പറയണം, ഏത് സാഹചര്യത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ഒരു പരോൾ അനുവദിക്കാൻ ഇതുണ്ടോ ഇതിനകത്ത്? അപ്പൊ ഈ എത്ര ആളുകൾ ഇതുപോലെ ജയിലിൽ കിടക്കുന്നുണ്ട്, അവർക്കൊന്നും ഇതുപോലെ പരോൾ അനുവദിച്ചിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ TP കേസിലെ പ്രതികൾക്ക് പ്രത്യേക പരിഗണനയാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പല പ്രതികളെയും പുറത്ത് വിടാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അതിന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടി നമുക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടി അറിയാം. ഇതൊക്കെ ഏത് വിധേനയും ഈ TP കേസിലെ പ്രതികളെ പുറത്തെത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഓരോ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി കെ രമ, ഈ സുനിയുടെ കാര്യത്തിലാണെങ്കിൽ കേസുകളുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. ഈ ജയിലിനകത്തിരുന്ന് പുറത്ത് നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഗൂഢാലോചന നടത്തുന്നു, ഈ കവർച്ചാ കേസിന്റെ അടക്കം ഗൂഢാലോചനയുടെ ഭാഗമാകുന്നു കൊടിസുനി എന്നുള്ള കണ്ടെത്തൽ, അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ആ തീരുമാനത്തിൽ തന്നെയുള്ളൊരു പ്രശ്നം, സാധാരണ നിലയിൽ ഈ അമ്മയ്ക്ക് മകനെ കാണണം എന്നുള്ള മനുഷ്യാവകാശ വശങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിന് സാധാരണഗതിയിൽ അനുവദിച്ച് കാണാറുള്ള ദിവസത്തിൻ്റെ ഒരു പരിധിയുണ്ട്. ഇതിപ്പോൾ 1 മാസത്തെ പരോൾ എന്നുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. അതെ, അത്തരത്തിൽ അമ്മയ്ക്ക് മകനെ കാണാൻ ചിലപ്പോൾ അമ്മയുടെ റിക്വസ്റ്റ് പറയാം. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമായാൽ, അച്ഛൻ എന്തെങ്കിലും അസുഖമായാൽ അസാധാരണമായ ഒരു അവധിയാണ് അതിനകത്ത് കൊടുക്കുക. അത് മിനിമം 15 ദിവസം, അതിലപ്പുറം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ജയിൽ നിയമം. ഇതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല. അത് മറികടന്നുകൊണ്ട് 30 ദിവസത്തെ അനുവദിക്കാൻ വേണ്ടി എന്ത് ഇതാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത്? അത് എന്ത് അടിസ്ഥാനത്തിലാണ് ജയിൽ DGP അതിന് അനുവാദം കൊടുത്തത്? DGP നേരിട്ടാണ് ഇത് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയിൽ DGP നേരിട്ടാണ് ഇപ്പൊ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് DGP അത്തരത്തിലൊരു തീരുമാനമെടുത്തത്? എന്ത് ചട്ടത്തിന്റെ, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് വിശദീകരിക്കണം. ഇതിനെതിരെ ശക്തമായി നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഈ മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അതിപ്പോൾ കെ രമയ്ക്കും മനുഷ്യാവകാശമുണ്ട്, കെ രമയുടെ മകനുമുണ്ട്, TP ചന്ദ്രശേഖരന്റെ അമ്മയ്ക്കുമുണ്ട്, അതൊക്കെ അവിടെ ഉണ്ടല്ലോ ശ്രീമതി കെ രമ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ സമയത്തൊന്നും ഈ മനുഷ്യാവകാശ കമ്മീഷനൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. നമ്മുടെയൊന്നും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് സമയത്ത്. ഇപ്പോൾ എവിടെ നിന്നാണ് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് എന്നത് അറിയില്ല. എന്തായാലും അതിനൊക്കെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. അതല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഈ ക്രിമിനലുകളെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ അജണ്ട. ഈ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ഇല്ലാതെ, അറിവില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീമതി കെ രമ? കെ രമ MLA പ്രതികരിക്കുകയായിരുന്നു. കെ രമയുമായുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു. 30 ദിവസത്തെ പരോളിലാണ് സുനി പുറത്തിറങ്ങിയിരിക്കുന്നത്. സുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ്. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലൊക്കെ ഈ വിഷയത്തിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ജയിൽ DGP ഉത്തരവിറക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, തുടരാം. ഷഫീദ്. റജിത്ത, അസാധാരണമായ നീക്കമാണ് നടന്നെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കൊടിസുനിയുടെ അമ്മ ഒരു അപേക്ഷയുമായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് 6 വർഷമായി മകന് പരോൾ അനുവദിച്ചിട്ടില്ല. 12 വർഷത്തിലാകെ 60 ദിവസം മാത്രമാണ് പരോൾ കിട്ടിയത്. ശ്വാസമുട്ടലടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ട്. ആയതിനാൽ തൻ്റെ മകന് മാനസികമായിട്ടുള്ള പരിഗണന വെച്ചുകൊണ്ട് പരോൾ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ഈ കൊടിസുനിയുടെ അമ്മയുടെ അപേക്ഷ. ആ അപേക്ഷ നേരിട്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ബൈജുനാഥ് കേട്ടു. അതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട വിവേചനാധികാരം ജയിൽ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരു വരി കൂടി അപേക്ഷയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിൽ അക്കാര്യം പറയുന്നത്, ഈ
ഇവർ നൽകിയ അപേക്ഷ അതിൽ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിഗണനാ വിഷയമാക്കേണ്ടതാണ് എന്നുള്ളൊരു ഒരു വരി കൂടി ചേർത്താണ് ഈ ജയിൽ DGPക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ആ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വിഷയത്തിൽ ജയിൽ DGP ഉത്തരവിറക്കി കൊടിസുനിക്ക് 30 ദിവസം പരോൾ അനുവദിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ വിഷയത്തിൽ നമുക്ക് മുൻപ് KK രമ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിസുനി ജയിലിനകത്തിരുന്ന് ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ട കേസുകളിൽ പ്രതിയായ ഒരാളാണ്. അയാൾക്ക് സ്വാഭാവികമായും ജയിൽ വകുപ്പിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. മാത്രമല്ല പോലീസിൽ നിന്ന് പ്രൊബേഷൻ സർട്ടിഫിക്കറ്റിലും ഇക്കാര്യങ്ങൾ മാർക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രതിക്ക് എങ്ങനെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ പരോൾ അനുവദിച്ചു, അതും 30 ദിവസത്തെ പരോൾ അനുവദിച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ ചോദ്യം കൂടിയാണ്. ആ രാഷ്ട്രീയമായ ചോദ്യത്തിന് CPM ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. ഷഫി, നേരത്തെ ഈ പോലീസ് റിപ്പോർട്ട് സുനിക്കെതിരല്ലായിരുന്നു ഷഫി? റിജിത്ത്, ഉറപ്പായിട്ടും. കാരണം നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ജയിൽ വകുപ്പിന് അപേക്ഷയുമായി കൊടിസുനിയുടെ അമ്മ സമീപിക്കുമ്പോൾ തന്നെ ഈ ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് അത് പ്രതികൂലമായിരുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നു, അതായത് പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് അടക്കം പ്രതികൂലമാണ് എന്നുള്ള കാര്യം നേരത്തെ മെൻഷൻ ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം എന്നുള്ളതാണ് ജയിൽ വകുപ്പിന്റെ ന്യായീകരണം. ആ ന്യായീകരണം രാഷ്ട്രീയമായി CPMന് വലിയ തരത്തിലുള്ള പഴി വരും മണിക്കൂറുകൾ കേൾപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് മുൻപും വഴിവിട്ട് സഹായം ചെയ്തു. 2018 അടക്കം അതുമായി ബന്ധപ്പെട്ട സഹായം ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നതാണ്. അതിനുശേഷമാണ് തുടർച്ചയായി ജയിലിനകത്ത് കിടന്നുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ നടത്തുന്ന ചില ഇടപെടലുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത്. അത് ജയിൽ വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. പിന്നാലെ ജയിലിന് പുറത്തേക്ക് ചില കൊട്ടേഷൻ ആക്ടിവിറ്റി അടക്കമുള്ള ആക്ഷേപം കേട്ട വിഷയങ്ങളിലും കൊടിസുനിയുടെ പങ്ക് അന്ന് വലിയ വാർത്തയും വിവാദവും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോൾ പരോൾ അനുവദിച്ചത് 30 ദിവസം നീണ്ട പരോൾ അനുവദിച്ചതിൽ സ്വാഭാവികമായും അതൊരു അസാധാരണമായ നീക്കം എന്ന് പറയേണ്ടി വരും. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു. 30 ദിവസത്തെ പരോളിൽ സുനി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.